സിജു കണ്ണൻ കാസർഗോഡ് ചേരുകയാണ്. സിജു, കാസർഗോഡ് വലിയ തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ ആദ്യ മിനിറ്റുകളിൽ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനു, അതിരാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തിൽ വലിയ നിര, വോട്ടർമാരുടെ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കയ്യൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിന് മുന്നിലാണുള്ളത്. വലിയ നിര, സ്ത്രീകളുടെയും അതോടൊപ്പം തന്നെ പുരുഷ വോട്ടർമാരുടെയും എല്ലാം നിര നേരത്തെ കാണാൻ കഴിഞ്ഞു. രാവിലെ 6:30 കൂടി തന്നെ വോട്ടർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA അല്പസമയത്തിനകം ഇവിടെ വോട്ട് രേഖപ്പെടുത്തും. 7 മണി മുതൽ വോട്ടിംഗ് വളരെ സുഗമമായി ഇവിടെ പുരോഗമിക്കുകയാണ്. കാസർഗോഡ് മറ്റ് മേഖലകളിൽ ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് യന്ത്ര തകരാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്ത് 16-ാം വാർഡിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായിട്ടുണ്ട്. പള്ളങ്കോട് GUP സ്കൂളിലെ 1-ാം ബൂത്തിലാണ് യന്ത്രം പ്രവർത്തിക്കാത്തത്. അല്പസമയത്തിനകം വോട്ടിംഗ് മെഷീൻ മാറ്റി പോളിംഗ് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പുത്തികെ പഞ്ചായത്തിൽ വാർഡ് 8 ഉജംപതവിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായിട്ടുണ്ട്. പുത്തികെ മുഹിമാത്ത് സ്കൂളിലെ വോട്ടിംഗ് മെഷീനാണ് തകരാറിലായത്. അതോടൊപ്പം തന്നെ കാറടുക്ക പഞ്ചായത്ത് 2-ാം വാർഡിലെ മുണ്ടോൾ പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറായിട്ടുണ്ട്. ഇതിന് പകരം വോട്ടിംഗ് മെഷീൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കാലതാമസമില്ലാതെ ഇവിടെ പോളിംഗ് ആരംഭിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്ന് രാവിലെ മുതൽ കാണാൻ കഴിയുന്നത് കാസർഗോഡിനെ സംബന്ധിച്ച് ഗ്രാമീണ മേഖലകളിലും അതോടൊപ്പം തന്നെ നഗരമേഖലകളിലും എല്ലാം തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാരുടെ അതിരാവിലെ തന്നെ എത്തുന്നതാണ് കാണുന്നത്. രാവിലെ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആകെ വോട്ടർമാർ 11,12,190 പേരാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. ഇതിൽ 5,24,022 പേർ സ്ത്രീകളാണ്. 5,88,156 പേർ സ്ത്രീകളാണ്. 12 ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർമാരുള്ളത്. 129 പ്രവാസി വോട്ടർമാർ. 1370 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലാകെ സജ്ജീകരിച്ചിരിക്കുന്നത്. പഞ്ചായത്തുകളിലെ 725 വാർഡുകളിലേക്കും 6 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 92 ഡിവിഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്തിലെ 18 ഡിവിഷനുകളിലേക്കുമായി 1242 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയത്. 3 നഗരസഭകളിൽ 120 വാർഡുകളിലേക്കായി 128 പോളിംഗ് സ്റ്റേഷനുകളും ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലാകെ 119 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെയും എല്ലാം തന്നെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ കെൽട്രോൺ വഴി വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 6,584 ഉദ്യോഗസ്ഥർ ഈ പോളിംഗ് നടപടിക്രമങ്ങൾ കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. പുരുഷ ഉദ്യോഗസ്ഥരാണ് കൂടുതൽ. 3,995 പേർ ഇതിൽ പുരുഷ ഉദ്യോഗസ്ഥന്മാരാണ്. പോളിംഗ് ഏതായാലും നല്ല രീതിയിൽ സുഗമമായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ചെറിയ ചില സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ പരിഹരിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, 1 മാസത്തോളം നീണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്തുന്നത്. വലിയ വിഷയങ്ങൾ ചർച്ചയായി. വികസന വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ സജീവമായി ചർച്ചയായി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് കാസർഗോഡ് കയ്യൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA പുറത്തേക്ക് വരുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്.